എൻ്റെ പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ കൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ നിങ്ങൾ തൻ കൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ആഹാ ആഹാ. പൈതലാം യേശുവേ എന്ന ഈ ഒരേയൊരു ഗാനത്താൽ തന്നെ മലയാളികൾക്ക് സുപരിചിതനായി തീർന്ന സംഗീതജ്ഞനാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പനക്കലച്ചൻ. പ്രശസ്ത ഗായകരെ അണിനിരത്തി നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ഈ വൈദികൻ ഒരു കർമ്മലിത്ത സന്യാസ സമൂഹത്തിലെ അംഗമാണ്. കർമ്മല മാതാവിൻ്റെ അനുഗ്രഹങ്ങളും സംരക്ഷണവും സ്വജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാതൃസ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ഭക്തിയും സ്നേഹവും അതുപോലെ തന്നെ ഈ അമ്മയുടെ സഹായം നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിരിക്കേണ്ടതാണെന്ന് ഞാൻ കൂടുതലായിട്ട് പഠിച്ചത് രണ്ടാം വത്തിക്കാൻ സൂനകദോസിലെ പിതാക്കന്മാരുടെ ആ ജീവിത ശൈലിയിൽ നിന്നാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് 16 ഡോക്യുമെൻറ്റ്സ് ഇറക്കിയിട്ടുണ്ട്. പഠനം അതൊന്നുമല്ല. മറ്റുള്ളവർ നാം ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ വാക്കുകളിലൂടെയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, മാതൃകയാണ്. എനിക്ക് വൈദിക പട്ടം കിട്ടുന്നത് 1962 മാർച്ച് 17 അതേ വർഷം 62 ഓഗസ്റ്റ് 25 എൻ്റെ സുപ്പീരിയേഴ്സ് എന്നെ റോമിലേക്ക് പഠിക്കാൻ വിടുന്നത്. അന്ന് കപ്പലിലാണ് യാത്ര ചെയ്തത്. രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആരംഭിച്ചത് അതേ വർഷം ഒക്ടോബർ 11 ഞാൻ കപ്പലിൽ കയറിയത് കൊച്ചിയിൽ നിന്നാണ്. അന്ന് കപ്പൽ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഷിപ്പ്, ലോയിഡ് ട്രിയസ്ട്രിയനോ, വലിയ ഗംഭീരമാണ്, വലിയൊരു കപ്പലാണ്. അതിങ്ങനെ അറേബ്യൻ കടൽ, അവിടെ നിന്ന് ഇന്ത്യൻ ഓഷ്യനിൽ കയറി, പിന്നെ റെഡ് സീ, അവിടെ നിന്ന് സൂയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിൽ കൂടി പോയി നേപ്പിൾസ് എത്തിയിട്ട് നേപ്പിൾസിൽ നിന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങി ട്രെയിന് റോമിലേക്ക് പോവുക. 2 ആഴ്ച എടുക്കും യാത്ര, 2 ആഴ്ച. അപ്പോൾ എൻ്റെ ക്യാബിനിൽ ഞങ്ങൾ 4 പേരായിരുന്നു കപ്പലിൽ. ഒന്ന് കോതമംഗലം ബിഷപ്പ് മാത്യു പോത്തനാമൊഴി, പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഫാദർ കോയിക്കക്കൂടി, പിന്നീട് അദ്ദേഹം വടവാതൂർ സെമിനാരിയിലെ റെക്ടറായിരുന്നു, പിന്നെ വലിയൊരു കാനണിസ്റ്റുമായിരുന്നു. അവർ 2 പേരും മരിച്ചുപോയി. 3ാമത് കോഴിക്കോട് നിന്നുള്ളൊരു ഡോക്ടർ, 4ാമത് ഞാനും. അപ്പോൾ ഈ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ പലർക്കും ഈ മോഷൻ സിക്നെസ്, ഈ കപ്പൽ ചൊരിച്ചിലെന്നൊക്കെ പറയും, ഛർദ്ദിലൊക്കെ വരും. എനിക്ക് ആ പ്രശ്നം ആദ്യത്തെ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ കോതമംഗലം ബിഷപ്പ് അദ്ദേഹത്തിന് വന്നാൽ അതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രതിരോധമായിട്ട് പല ലേഹ്യവും പിന്നെ പലതും കൊണ്ടുവന്നിരുന്നത്. അദ്ദേഹത്തിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, അത് മുഴുവൻ ഞാനാണ് കഴിച്ചത്. അങ്ങനെ റോമിലെത്തി. ഒക്ടോബർ 11 1962 ഒക്ടോബർ 11 രണ്ടാം വത്തിക്കാൻ സൂനകദോസ് ആരംഭിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 11 അന്ന് ദ ഫീസ്റ്റ് ഓഫ് ദ ഡിവൈൻ മദർഹുഡ് ഓഫ് മേരി, മാതാവിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ കത്തോലിക്ക സഭയിൽ ആഘോഷിച്ചിരുന്നത് ഒക്ടോബർ 11 ഇപ്പോഴാണ് അത് ജാനുവരി 1 മാറ്റിയത്. അപ്പോൾ പോപ്പ്
ജോൺ 23-ാമൻ ഈ എന്താണ് വത്തിക്കാൻ സൂനകദോസ് ആരംഭിച്ചത് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ, അതും ദൈവമാതൃത്വ തിരുനാൾ ദിനത്തിൽ. എന്ന് വെച്ചാൽ മാതാവിൻ്റെ സംരക്ഷണം അത് ആ ദിവസം അതിലൂടെയാണ് കൗൺസിൽ തുടങ്ങേണ്ടതെന്ന് മാർപ്പാപ്പ കാണിച്ചു തന്നു. അന്ന് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അതിൻ്റെ സ്ക്വയറിൽ എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടി. എന്തൊരു ഭംഗിയായിരുന്നു. 2600 മെത്രാന്മാർ അവരുടെ ആ കർദിനാൾമാർ ഉൾപ്പെടെ അവരുടെ സ്ഥാനവസ്ത്രത്തിൽ, അതുപോലെ 52 അകത്തോലിക്കരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ അവരുടെ സ്ഥാനവസ്ത്രത്തിൽ, 400 എക്സ്പേർട്സ് തിയോളോജിയൻസ്. ഈ ഒരു പ്രദക്ഷിണം അങ്ങോട്ട് ഏറ്റവും പിന്നാലെയാണ് മാർപ്പാപ്പ അന്ന് സേദിയ ജസ്തത്തോരിയ എന്ന് പറയും, ഒരുതരം പല്ലക്കിൽ. അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ട് ഇങ്ങനെ 2 വശത്തേക്കും ഇങ്ങനെ അനുഗ്രഹം ആശീർവാദം ബ്ലെസ് ചെയ്തുകൊണ്ട് വരുന്ന എന്തോ ഒരു സന്തോഷമായിരുന്നു കാണാനായിട്ട്. ഞാനത് മുഴുവനും കണ്ടു. വലിയ ഭാഗ്യമായിരുന്നു വത്തിക്കാനും സൂനകദോസിൻ്റെ ആ ഇനോഗ്രേഷൻ കാണുക. ഒരു കർമ്മലിത്ത വൈദികനായ ഇദ്ദേഹത്തിൻ്റെ ചെറിയ ആഗ്രഹങ്ങളിൽ പോലും പരിശുദ്ധ അമ്മ ഇടപെട്ട നിരവധി അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നിരവധി വിദേശയാത്രകൾ നടത്തിയ അച്ഛൻ്റെ യാത്രകളിലും അമ്മ കൂടെ നടന്ന അനുഭവങ്ങൾ നമുക്കും മാതൃശരണത്തിൽ വളരുന്നതിന് ഒരു വലിയ പ്രചോദനമാണ്. എനിക്ക് ലൂർദിലേക്ക് 3 പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ദൈവം തന്നതാണത്. ആദ്യം പോയത് 1963. ഇപ്പം ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനപ്പോൾ പാരീസിൽ ഞങ്ങളുടെ ഒരു മോണസ്ട്രി ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള ഒരു ഹൗസ് വണ്ടംബ്ലോ, അവിടെ ഞാൻ എൻ്റെ ഡോക്ടറൽ തീസിസിന് ഒരുങ്ങിയായിരുന്നു. അപ്പോൾ എൻ്റെ തന്നെ ഒരച്ഛൻ, എൻ്റെ പ്രോവിൻസിൽപ്പെട്ട ഫാദർ കോൺസ്റ്റൻ്റൈൻ OCD, അദ്ദേഹം മുണ്ടമ്പേലിൽ നിന്നാണ്, അദ്ദേഹം ലണ്ടനിലായിരുന്നു. അപ്പം ഞാൻ ലൂർദിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും പോകണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ലണ്ടനിൽ നിന്ന് അദ്ദേഹത്തെ പാരീസിലേക്ക് വിളിച്ചു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു പണമൊന്നും ഇല്ലായിരുന്നു ടിക്കറ്റൊക്കെ എടുക്കാൻ ലൂർദിൽ പോകാൻ. എൻ്റെ കയ്യിലാണെങ്കിൽ ലൂർദിൽ പോകാനുള്ള ടിക്കറ്റിനുള്ള പണമുണ്ട്, ഭക്ഷണത്തിനും കുറച്ച് പായസ ആർട്ടിക്കിൾസ് മേടിക്കാനുമുള്ള പണം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് മേടിക്കാനത് ഉപയോഗിച്ച് അങ്ങനെ ഞങ്ങൾ ലൂർദിൽ എത്തി. രാത്രിയിലെ ട്രെയിനിൽ രാവിലെ ലൂർദിലെത്തി. ലൂർദിലെത്തി ചെന്നപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നേ കേൾക്കാവൂ, അതായത് ആവേ മരിയ, അത് പാടുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. പിന്നെ നല്ല ആൾക്കൂട്ടമായിരുന്നു, കാരണം മാതാവിൻ്റെ തിരുനാൾ ദിനമല്ലേ. ഞങ്ങൾ ഈ വൈദികൻ്റെ കർമ്മലിത്ത വൈദികരുടെ ഡ്രസ്സിലായിരുന്നുകൊണ്ട് ഏത് ദിക്കിലും ഞങ്ങൾക്കുള്ളിൽ കയറാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആളുകൾ വഴിമാറി തരുമായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് ഗ്രോട്ടോയിലൊക്കെ പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചുള്ളൂ, കാരണം അതിനേ പണം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞങ്ങൾ കുരിശിൻ്റെ വഴി നടത്തിയായിരുന്നു. അപ്പോൾ 13ാമത്തെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് മാതാവിൻ്റെ മടിയിൽ കർത്താവിൻ്റെ ശരീരം ഇങ്ങനെ മാതാവ് സ്വീകരിച്ചതായിട്ടുള്ള അതാണല്ലോ 13ാം സ്റ്റേഷൻ. അപ്പോൾ ഒരു യുവാവ് പോർച്ചുഗൽ എന്നുള്ളതാണ്, കാരണം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വാടിയായിരുന്നു, വറീഡായിരുന്നു. എന്നോട് ഇങ്ങനെ ചോദിച്ച്, ഫാദർ ക്യാൻ യു ടീച്ച് മീ ഹൗ ടു മേക്ക് ആൻ ആക്ട് ഓഫ് കൺട്രീഷൻ. അത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം അങ്ങനെ ഇംഗ്ലീഷ് ചോദിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫാദർ കോൺസ്റ്റൻറ്റൈനോട് പറഞ്ഞ്, അച്ഛൻ സ്റ്റേഷൻസ് കഴിഞ്ഞിട്ട് ഗ്രോട്ടയിലേക്ക് പോയിക്കോ, ഞാൻ ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇതിപ്പോൾ ഒരു തിണ്ണയിൽ ഇരുന്നപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, അച്ഛൻ ഞാൻ ആദ്യത്തെ കുമ്പസാരവും ഫസ്റ്റ് കമ്മ്യൂണിയനും കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമതൊരു കുമ്പസാരവും നടത്തിയിട്ടില്ല, ഒരു കമ്മ്യൂണിയനും നടത്തിയിട്ടില്ല. എൻ്റെ മാരേജ് 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അന്ന് പോലും ഞാൻ കുമ്പസാരിച്ചുമില്ല, പരിശുദ്ധ കുർബാന സ്വീകരിച്ചുമില്ല. എന്നാൽ എൻ്റെ ഭാര്യ നല്ല ഭക്തിയായ ഒരു സ്ത്രീയാണ്. എന്നോട് ആവശ്യപ്പെട്ട് മാരേജ് കഴിഞ്ഞ ഉടനെ ലൂർദിലേക്ക് പോകണമെന്ന്. അപ്പോൾ ഒരു ഹണിമൂണിന് ഞാനൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നു. 2ാമത്തെ കൊല്ലം ആവശ്യപ്പെട്ടു. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് സർവത്ര പ്രാർത്ഥന, എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു അസ്വസ്ഥത, എനിക്ക് എൻ്റെ ദൈവവുമായിട്ട് രമ്യപ്പെടണം. കുമ്പസാരം എന്താണെന്ന് ഞാൻ മറന്നുപോയി, ആക്ട് ഓഫ് കൺട്രീഷൻ എന്താണെന്ന് മറന്നുപോയി. അതുകൊണ്ട് അച്ഛനെ ഒരുക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ ഒരിടത്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഞാൻ അന്ന് അവിടെ ലൂർദിൽ ചെല്ലുന്ന എല്ലാ അച്ഛന്മാർക്കും കുമ്പസാരം കേൾക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കുമ്പസാരത്തിനൊക്കെ ഒരുക്കി എല്ലാം ചെയ്തു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒഴുകുകയായിരുന്നു ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞ്. എന്നിട്ട് കുമ്പസാരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അച്ഛൻ വന്ന് എൻ്റെ വൈഫിനെ കാണണം, ഗ്രോട്ടയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 14ാമത്തെ സ്റ്റേഷനും നടത്തിയിട്ട് ഞാൻ ഗ്രോട്ടയിൽ ചെന്നു. അതാണ് എന്നെ സ്പർശിച്ച ഏറ്റവും വലിയ ഒരു സംഭവം. ഞാൻ അവിടെ ഗ്രോട്ടയിൽ ചെല്ലുമ്പോൾ ഇയാളുടെ വൈഫ് ഒരു വളരെ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയാണ്. കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുകയാണ്. അയാൾ അവരുടെ തോളയിൽ ഇങ്ങനെ തട്ടി. അപ്പോൾ നോക്കിയപ്പോൾ എന്നെ കണ്ട്, ഞാൻ അച്ഛൻ്റെ വേഷത്തിലാണ്, ഇയാളെയും കണ്ട്. എന്നോട് താങ്ക് യു എന്ന് പറഞ്ഞു. ഒന്നും പറയുന്നില്ല, താങ്ക്സ് എന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവിച്ചത്. കഴിഞ്ഞ 3 വർഷമായിട്ട്, അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇയാളുടെ വൈഫ് മാതാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ലൂർദിലേക്കുണ്ട് ഭർത്താവിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഭർത്താവിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതിരുന്ന് എന്നെ ദൈവം ഒരു ഉപകരണമാക്കി ഞാൻ അയാളുടെ മാനസാന്തരം സാധിച്ചു കൊടുത്ത്. അത് എൻ്റെ യോഗ്യതയല്ല, അവരുടെയാണ്. അപ്പോൾ നിരന്തരമായിട്ടുള്ള അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ അവിടെ കാണുകയാണ് കണ്ടത്. അതായത് എങ്ങനെയാണ് ത്രൂ മേരി ടു ജീസസ്, മാതാവ് വഴി എങ്ങനെയാണ് നമ്മൾ യേശുവിലേക്ക് അടുക്കുന്നതെന്നുള്ളത്. രണ്ടാമത് ഞാൻ പോയത് 1986 ജാനുവരി മാസത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഗ്രോട്ടോയിൽ തന്നെ ഒന്ന് കുർബാന ചെല്ലണമെന്ന്. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. ഞാൻ പോകുന്നതിന് മുമ്പ് കൊച്ചിൻ ബിഷപ്പിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു ലെറ്റർ പറഞ്ഞ് ഈ ലെറ്ററും കൊണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ സാക്രിസ്റ്റ്യൻ സമ്മതിക്കും കോൺസെലബ്രേഷൻ കൂടാനായിട്ട്. എനിക്ക് അതല്ല വേണ്ടത്, ഒറ്റ കുർബാന ചെല്ലണം. അപ്പോൾ അവിടെ ഞങ്ങളുടെ നൺസുണ്ട്. അതായത് അവർ അവിടെ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1858 മാതാവ് ബെർണഡിറ്റായ്ക്ക് 18 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. 18ാമത്തെ ദർശനം അപ്പരേഷൻ വന്നത് ജൂലൈ 16-ാം തീയതി കർമ്മൽ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിലാണ്. അതുകൊണ്ട് അതിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ മദറിന് എഴുതി, എനിക്ക് താമസിക്കാനുള്ള സൗകര്യം തരണം, എനിക്കിവിടെ കുർബാന ഇല്ലാൻ വലിയ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ മദർ എന്നോട് പോയി അവിടെ ചെന്നപ്പോൾ എഴുതി വച്ചിരിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് 6:30 മുതൽ 7:30 വരെ കുർബാന ചെല്ലാനുള്ള ഒരു മെത്രാനും കിട്ടാത്ത ഒരു ചാൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അതും ഒറ്റയ്ക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ഞാൻ കുർബാന 1 മണിക്കൂർ എടുത്ത്. കാരണം അവിടെ ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും 2 പിൽഗ്രിംസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലീഷിൽ കുർബാനയിൽ പ്രസംഗിച്ച്. അപ്പോൾ എനിക്ക് സമയമുണ്ടായതുകൊണ്ട് ഞാനുണ്ടല്ലോ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പാട്ടുകൾ കർത്താവോ മേശയോ മർത്തി ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടി. അതിനുശേഷം കർമ്മലനാഥേ വാഴുക അതുമെല്ലാം ഞാൻ പാടി കൃത്യം 7:30 ഞാൻ അൾത്താരയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങി. അതിനുശേഷം ഇറ്റാലിയൻ കോൺസെലബ്രേഷനാണ്. ആളുകൾക്ക് വലിയ അത്ഭുതമായിപ്പോയി ഈ കറുത്ത മനുഷ്യനെ എങ്ങനെ ഒറ്റയ്ക്ക് കുർബാന ചെല്ലാൻ സാധിച്ചു എന്നുള്ളത്. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. ഇതുകൂടാതെ പാരീസിൽ ചാപ്പൽ ഓഫ് ദ മിറാക്കുലസ് മെഡൽ, അതായത് സെയിൻറ്റ് കാതറിൻ ലബോറയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് കൊടുത്താണ് അങ്ങനെയാണ് വന്നത് ഈ മിറാക്കുലസ് മെഡൽ. അവിടെ ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യം ഞാൻ 63-ലാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രാൻസിലെ യുവവൈദികർ ഓർഡിനേഷൻ കഴിഞ്ഞാൽ, പട്ടം സ്വീകരിച്ച് കഴിഞ്ഞാൽ പല യങ് പ്രീസും ഈ ചാപ്പലിൽ ചെല്ലും. കാരണം അവിടെയാണ് മാതാവ് കാതറിൻ ലബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവർക്കൊരു വിശ്വാസമുണ്ട്, അവിടെ പോയി ഒരു കുർബാന ചൊല്ലിയാൽ പിന്നെ മരണം വരെ വൈദിക അന്തസ്സിൽ തുടരുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും അവിടെ പോയി കുർബാന ചൊല്ലി. എന്നിട്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ അവിടെ കുർബാന ചൊല്ലി ഇനി ഞാൻ മരണം വരെ നല്ലൊരു വൈദികനായിരിക്കും എന്ന് എനിക്കങ്ങോട്ട് ഉള്ളിൽ വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷേ ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ മിറാക്കിൾസ് അവിടെ പോയാൽ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനാനുഭവം കിട്ടുന്നതാണ്. മാതാവിനോടുള്ള ഭക്തിയിൽ നമ്മൾ വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ചാപ്പലിൽ. ഞാൻ പല പ്രാവശ്യം ഫ്രാൻസിൽ പോയിട്ടുണ്ട്.
പോകുമ്പോൾ ഞങ്ങളുടെ ഹൗസ് ഉള്ളത് പാരീസിലാണ്. അപ്പോഴെല്ലാം ഈ ചാപ്പലിലും ഞാൻ പോയിട്ടുണ്ട്. ഇനി ഇതുകൂടാതെ 86-ൽ എനിക്ക് ഇസ്രായേൽ പോകാൻ സാധിച്ചു. ഇസ്രായേൽ പോകേണ്ട കാരണം ഞങ്ങളുടെ സഭയുടെ ചരിത്രം പഠിക്കാനാണ്. കർമ്മല സഭ തുടങ്ങിയപ്പോഴാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ നസ്രത്തിൽ പോയി. നസ്രത്തിൽ ചെന്ന് അവിടെ ഹോളി ഫാമിലിയുടെ ഹൗസ് ഉണ്ട്. അവിടെ ഞാൻ കുർബാന ചൊല്ലി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവിൻ്റെ മംഗളവാർത്ത അങ്ങനെയൊക്കെയാണെന്നൊക്കെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം. അതുകൂടാതെ ഞാൻ കർത്താവിന് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയെങ്കിലും ഞാനിപ്പോൾ മാതാവിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ 10 ദിവസം ഹോളി ലാൻഡിലുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിച്ചതും പ്രാർത്ഥിക്കാൻ സാധിച്ചതൊക്കെ എനിക്ക് വലിയ വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധ അമ്മയിൽ നിരന്തരം ആശ്രയിക്കുന്ന ഒരു വൈദികൻ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മോടും പങ്കുവയ്ക്കുകയാണ്. ഈ അനുഭവങ്ങൾ നമ്മെയും ആ അമ്മയിലേക്ക് അടുപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി 2 കാര്യങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ടു ലവ് ആൻഡ് വെനറേറ്റ് മേരി ആസ് ദ മദർ ഓഫ് ഗോഡ് ആൻഡ് ആസ് അവർ മദർ. അതായത് മാതാവിനെ സ്നേഹിക്കുകയും വണങ്ങുകയും ചെയ്യണം. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയും നമ്മുടെ അമ്മയുമാണ് എന്ന വിധത്തിൽ. രണ്ടാമത്തത്, മാതാവിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കുക. അതാണ്. അതുകൊണ്ടാണ് കൊച്ചുരസ്യ പുണ്യവതി 12 സ്ഥലത്ത് ചുരുങ്ങിയത് പറഞ്ഞിട്ടുണ്ട് ഒരു വൈദികനാകണമെന്ന്. അതിൽ ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് വൈദികനാകണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നതാണ് എനിക്കൊരു വൈദികനാകണം. എന്തിനാണ്? മാതാവിനെക്കുറിച്ച് ഒരൊറ്റ പ്രഭാഷണം നടത്താനാണ്. പലരും മാതാവിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മാതാവിൻ്റെ അപദാനങ്ങളൊക്കെയാണ് പറയുന്നത്. ഇമ്മാക്കുലറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവയാണ്, സ്വർഗാരോപിതയാണ്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയും. എന്നാൽ ഞാൻ അതൊന്നുമല്ല. അങ്ങനെയൊക്കെയാണ് മാതാവെങ്കിലും എനിക്ക് കാണിക്കാനുള്ളതല്ല. നമ്മെപ്പോലെ വിശ്വാസത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. വിശ്വാസം അത് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം എങ്ങനെയാണ് വിശ്വാസത്തിലൂടെ ജീവിച്ചത് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള മരിയ ഭക്തി അടങ്ങിയിരിക്കുന്നത് മാതാവിൽ വിളങ്ങിയിട്ടുള്ള ആ പുണ്യങ്ങൾ, വിശ്വാസം, എളിമ, ദൈവവചന ധ്യാനാരൂപി, ദൈവവചനത്തിലുള്ള ധ്യാനം, പിന്നെ സ്പിരിറ്റ് ഓഫ് സർവീസ്, ഇങ്ങനെയുള്ള പുണ്യങ്ങൾ നമ്മൾ അഭ്യസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവമാതൃ ഭക്തി കാണിക്കുന്നത്. അല്ലാതെ വെറും വൈകാരികമായിട്ടുള്ള ഒരു ജീവിതത്തിലല്ല, വൈകാരികമായിട്ട് സ്നേഹിക്കുന്നതിലല്ല. മാതാവിനെ നമ്മൾ ശരിക്കും അനുകരിക്കണം. അതുതന്നെയാണ് ഉത്തരീയ ഭക്തിയും കാണിക്കുന്നത്. ഉത്തരീയം അതിലൊരു മാജിക്കൊന്നുമില്ല. ഉത്തരീയം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാതാവിൽ വിളങ്ങിയിരിക്കുന്ന പുണ്യങ്ങളെല്ലാം ഞാനും അഭ്യസിക്കാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ മരിയ ഭക്തരായിട്ട് മാറുന്നത്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നത്. പക്ഷേ ദൈവത്തിന് സേവനം ചെയ്യും. പക്ഷേ ദൈവഹിതം ആരനുഷ്ഠിക്കുന്നു ആ വ്യക്തിയാണ്. അതുപോലെയാണ് മാതാവിൽ കാണുന്ന ആ പുണ്യങ്ങൾ നമ്മൾ ആ പ്രാർത്ഥനയുടെ ധ്യാനാരൂപി, എളിമ, പ്രത്യേകിച്ച് ആ സ്പിരിറ്റ് ഓഫ് സർവീസ്, മറ്റുള്ളവരെ നമ്മളെ സഹായിക്കുക, ഇതാണ് മരിയ ഭക്തിയുടെ കാതലായിട്ടുള്ള വശം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാവുന്ന ഒന്നിതാണ്. അതായത് എനിക്ക് ഒരു തോന്നലിപ്പോഴുണ്ട്. അതായത് ഈശോയുടെ അമ്മ എൻ്റെയും അമ്മയാണ്. അത് അല്പമായിട്ട് എനിക്കുണ്ട്. അത് പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടണേ എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ കൊതിക്കുകയാണ്, അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ മകനാണ്, മാതാവ് എൻ്റെ അമ്മയാണ് എന്നുള്ളത് എനിക്ക് വിശുദ്ധർക്കൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചുരസ്യ പുണ്യവതിക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ മദർ ഫൗണ്ടേഴ്സ് അമ്മ ത്രേസ്യയിലും അങ്ങനെയായിരുന്നു. അവർക്കുണ്ടായിരുന്ന അനുഭവത്തിൻ്റെ ഒരു ചെറിയ ഓഹരി എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ എല്ലാ വിധത്തിലും എന്നെ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും നമുക്ക് ദൈവം തന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഈശോയുടെ അമ്മയും നമ്മുടെ അമ്മയും ഒന്ന് തന്നെയാണ്. നിങ്ങളെല്ലാവരും പരിശുദ്ധ കന്യകാമറിയം വാത്സല്യപൂർവ്വം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.